നമസ്കാരം. എന്തരാണല്ലേ? നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും അടീനിയത്തെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ സാധാരണ നമ്മൾ അടീനിയത്തിനെ ബാധിക്കുന്ന രോഗവും അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. സാധാരണ ഈ അടീനിയത്തിനുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇതേപോലെ ഉണ്ടാകുന്ന കേടുകൾ. അപ്പോൾ ഈ കേട് വന്ന അടീനിയത്തെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ആദ്യം ഇതിനെ ഇളക്കിയിട്ട് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്യും. ഇതുപോലെ ഇളക്കിയെടുക്കും. ഇതുപോലെ കേട് വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഇതിൻ്റെ ഭാഗമെല്ലാം ചെത്തിക്കളയണം. ഇതുപോലെ നന്നായി വൃത്തിയാക്കിയ ശേഷം നേരത്തെ പോലെ സാഫ് തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് സാഫ് പിടിക്കും. അപ്പോൾ ഇതുപോലെ സാഫ് പുരട്ടി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 2-3 ദിവസം ഇത് ഉണങ്ങാനുള്ള ഒരു സമയം കൊടുക്കണം. ഇത് ഇങ്ങനെ പുറത്തിരുന്ന് പറഞ്ഞിട്ട് നശിച്ചൊന്നും പോകില്ല. വച്ചിരുന്നാൽ മതി. 1-2 ആഴ്ച ഇരുന്നാലും നശിക്കത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നട്ടാൽ മതി. ഇത് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു മൾട്ടിപെറ്റൽ ഒരു 3 കളറിൻ്റെ അടീനിയാണിത്. അപ്പോൾ ഇതിൽ ഉണ്ടായ ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇല മഞ്ഞളിച്ച് വീഴുന്ന രോഗമാണ്. ഇതൊരു മൈസിൻ്റെ അറ്റാക്ക് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. അപ്പോൾ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന ഇലയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ മെഡിസിൻ്റെ ഒരു ഒബ്രോൺ എന്നാണ്. ഇത് നല്ല കോസ്റ്റ്ലിയാണ്. ഏകദേശം 810 രൂപയാണ് ഈ മരുന്നിൻ്റെ വില. അപ്പോൾ ഇത് 1 ലിറ്റർ വെള്ളമാണ്. ഈ 1 ലിറ്റർ വെള്ളത്തിൽ 1/2 ml അളന്നൊഴിച്ചാൽ മതി. ഇതിലൊരു കപ്പൊക്കെ ഉണ്ട്. 1/2 ml ഇതിലൊഴിക്കണം. അപ്പം ഞാൻ അത് ഒരു 3-4 ഡ്രോപ്സാണ് ഒഴിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്ലൗസ് ഉപയോഗിക്കുക. നിങ്ങൾ അടീനിയത്തിനെ ക്ലീൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അടീനിയത്തിന് മരുന്നടിക്കുമ്പോഴും ഗ്ലൗസ് ഉറപ്പായിട്ടും ധരിച്ചിരിക്കണം. കാരണം ഇത് ഹൈ ക്വാളിറ്റി കെമിക്കലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം. ഇലയുടെ അടിയിൽ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം. ഗ്ലൗസ് ഉപയോഗിക്കുക. ദേഹത്ത് മരുന്ന് പറ്റാത്ത രീതിയിൽ ഉപയോഗിക്കുക. ഇത് ഞാൻ ഏകദേശം ഒരു 3 വർഷം മുന്നേ 2023 800 രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു അടീനിയാണ്. അപ്പോൾ ഇതിൽ വാങ്ങിച്ച സമയത്ത് ഇതിന് അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ആദ്യൊരു കേടുണ്ടായിരുന്നു. അപ്പോൾ ആ കേട് പറഞ്ഞ ഭാഗം അഴുകുന്നത് പോലെ വന്നു. അതായത് പ്രാണി കുത്തിയിട്ട് അതിൽ നിന്ന് നീരെടുത്ത് ഉണ്ടായ ഒരു അസുഖമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇത്ര കേട് നോക്കിയാലും അത് ശരിയാവുന്നില്ല. അപ്പോൾ അതിൽ സാഫൊക്കെ തേച്ച് നോക്കി, പക്ഷേ രക്ഷയില്ല. അപ്പോൾ ഇനി ഉള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. കാരണം ഇത് കട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ഈ കോഡക്സ് വരെ നശിച്ചു പോകും. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിലും എൻ്റെ അടുത്ത കൊമ്പിലും ചെറിയ പ്രശ്നമുണ്ട്, ഈ കൊമ്പിലും പ്രശ്നമുണ്ട്. പക്ഷേ രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യരുത്. ആദ്യം ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അതിലൊന്ന് പുതിയ ഷൂട്ട് വന്നതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്യുക. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം നശിച്ചു പോകും. എന്നുവെച്ചാൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം സാഫ് തേച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ
കോഡക്സ് ചെയ്യുക. ഈ മഴയത്താണ് ഏറ്റവും കൂടുതൽ അസുഖം ഇതിന് വരുന്നത്. വെള്ളം കെട്ടി നിന്നിട്ട് കോഡക്സ് ചീഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ സാഫാണ്. ഏകദേശം ഒരു 30-35 രൂപയുള്ളൂ സാഫിൻ്റെ വില. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ ഇളക്കി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് കട്ട് ചെയ്ത്, അതായത് ചീഞ്ഞ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൽ സാഫ് പുരട്ടി വെച്ചിരുന്ന് ഒരു 1-2 ആഴ്ച കഴിഞ്ഞ് ഒന്ന് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നട്ടാൽ മതി. നമ്മൾ ഈ ഭാഗത്താണ് കേടുള്ളതാണ് ഈ ഭാഗം. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും. അപ്പോൾ കത്തി നല്ല വൃത്തിയുള്ള കത്തി തന്നെ എടുക്കുക. ഈ ഭാഗത്ത് കേടുള്ളതായിട്ട് കാണാം. കാണാം ഇവിടെ കേടുള്ളത് കാണാം. അപ്പോൾ അതിനെ ആ കേടുള്ള ഭാഗത്തെ കൂടെ ഒന്ന് ചെത്തിക്കളയണം. എന്നിട്ട് നല്ല രീതിയിൽ സാഫ് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതുപോലത്തെ അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് കട്ട് ചെയ്ത് കളയുന്നത് തന്നെയാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ അത് ചെടി മൊത്തമായിട്ടും ഡാമേജ് ആവും. അപ്പോൾ ഇതുണ്ട് ഈ ഭാഗത്തായിട്ടും ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വളർന്നതിന് ശേഷം ഇത് ഇവിടെയും വെച്ച് കട്ട് ചെയ്യും. ചെടി പൂർണ്ണമായിട്ടും ആ ഒരു ബ്രാഞ്ച് പൂർണ്ണമായിട്ട് ഏകദേശം നശിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. மீண்டும் சந்திக்க வரைக்கும் வணக்கம்.